ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേയിലെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് മസാല, ഗരം മസാല ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതേപോലെ ഫസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 4 വിസിലൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി ഒന്നിങ്ങനെ അളന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നമ്മൾ മാത്രമല്ല, ഉപ്പുണ്ട്, ഏട്ടപ്പാടിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഇക്കാൻ്റെ ഏട്ടൻ്റെ മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 6 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്താനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ മതി. ഒരുപാട് നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വെന്ത് പോകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, പിന്നെ ലെമൺ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി കാര്യങ്ങളൊക്കെ പ്ലേറ്റിലേക്ക് ഇടാണ്. ഇതൊക്കെ കൂടി ഒന്ന് തൊളിച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും മെയിൻ പണി തന്നെയാണല്ലോ ഈ ഒരു തൊലിക്കലും അരക്കലും അരിയലൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അല്ല, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എറിഞ്ഞാൽ തികയാൻ തോന്നിയിട്ട് പിന്നെ ഞാനൊരു ഒന്നുകൂടി എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി വെക്കുന്നതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചില സമയത്ത് എല്ലാം അളന്ന് ഒരുക്കി കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രാവശ്യം പറ്റാറ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് നല്ലതാണെങ്കിൽ തന്നെ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ബീഫ് ചിലപ്പോൾ മൂക്കാത്ത ബീഫായിരിക്കും. അങ്ങനെയാണെങ്കിലും ബിരിയാണി പീസൊക്കെ എന്താ പറയുക ഇങ്ങനെ ഉടഞ്ഞൊക്കെ പോവും. പിന്നെ നല്ല മൂത്ത ബീഫാണെന്നുണ്ടെങ്കിലും അതും എത്ര കുക്ക് ചെയ്താലും ചിലപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് പോലെ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ബീഫ് നന്നായെങ്കിൽ നമ്മുടെ ബിരിയാണി നന്നാവും. അങ്ങനത്തെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ വെക്കാനാണ് വിചാരിച്ചത്. അതിന് കുറേ നേരം തീരിൻ്റെ പിന്നാലെ നടന്നു, തീ കത്താനുണ്ടായിരുന്നില്ല. പിന്നെ സമയം പോവും. എന്തായാലും അവരും കൂടി ഉള്ളതല്ല, 1 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും ഫുഡ് ആവണം. അപ്പോൾ പിന്നെ ഗ്യാസിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാല, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും തക്കാളി ഇട്ടിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് തൈര് ഒഴിച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്യിൽ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അരിയും കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം കൂടി വെച്ചിട്ട് നമ്മളത് ചോറ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു പോട്ടിൽ തന്നെ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറ് തികയോന്നൊരു ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ പേരിങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേർക്കുള്ള അളവിൽ എനിക്ക് സത്യമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ കറക്റ്റ് അല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. കുറച്ച് ചോറ് ബാക്കി വൈകുന്നേരത്ത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ ഇക്കാക്ക് ഈ ദമ്മൊക്കെ ചെയ്യാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ദം ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാക്കുക ദം ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ മഞ്ഞപ്പൊടി പാലിൽ കലക്കിയിട്ട് വെള്ളവും നെയ്യും മല്ലിയിലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ.
പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ടിട്ടില്ല. പിന്നെ അതാ ടേബിൾ മൊത്തം വാഴൻ്റെ ഇലയിൽ കുളിച്ചിട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഴൻ്റെ ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്തിടുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയി പോകും. പിന്നെ മൊത്തത്തിൽ ടേബിൾ മൊത്തം വാഴൻ്റെ ഇല കൊണ്ട് കവറാക്കി. ഇനിയിപ്പോൾ പ്ലേറ്റ് കഴുകണ്ടല്ലോ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ആപ്പിളും ഓറഞ്ചും പിന്നെ നമ്മൾ ഉപ്പിലിട്ട ക്യാരറ്റ് മാങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇലയിൽ ഇതാ വിതറി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറേ ഐറ്റംസ് ഇങ്ങനെ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് കേട്ടോ, അല്ലെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ഒന്ന് നിരത്തി. ഞാൻ പറഞ്ഞതൊക്കെ എന്തിനൊക്കെ പറയും കേട്ടോ, പക്ഷേ മൂപ്പർക്ക് അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ വെച്ച് ഇതാ കുട്ടികളൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഏട്ടൻ്റെ മക്കൾ. അങ്ങനെ അവരിരുന്നു. പിന്നെ ഞാനിങ്ങനെ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് മൊത്തത്തിൽ വീഴ്ചത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഫ്രണ്ടിൽ ഇങ്ങനെ ചോറ് മൊത്തം കൊട്ടാൻ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുക്കാം. നമ്മൾ ഈ മന്തിയൊക്കെ കഴിക്കുമല്ലോ ഹോട്ടലിൽ പോയിട്ട്, അതേപോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വാഴയിലയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഇട്ട ചോറ് മൊത്തം എല്ലാവരും എടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിലും അതും വേസ്റ്റ് ആയിപ്പോലും. പിന്നെ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇങ്ങനെ ഓരോ ബൗളായിട്ട് ഇങ്ങനെ വിളമ്പിയിട്ട് ചോറിൽ ഇങ്ങനെ തട്ടിയിട്ട് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പണ്ട് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ തട്ടി കൊടുക്കുമല്ലോ ഒരു പാത്രത്തിലാക്കിയിട്ട്, അതേപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 രൂപയുടെ ചെറിയൊരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ബിരിയാണി കഴിച്ചിട്ട് ഒരു ഐസ്ക്രീം കൂടി കഴിച്ചാലല്ലോ അതൊന്നും ഇങ്ങോട്ട് ഒരു സെറ്റാവുള്ളൂ. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ആക്കി സപ്പോർട്ട് ചെയ്യാം കേട്ടോ.